الشيطان الرجيم أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئات في أصحاب الجنة وعد الصدق الذي كانوا يوعدون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതിനെയാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത്. നല്ലതിൽ തന്നെ ഏറ്റവും നല്ലതിനെ കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. നമുക്ക് എന്ത് ലഭിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത് ലഭിക്കണം എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. മോശമായതിനെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ കുട്ടികൾ വരെ കാര്യബോധം വെച്ച് തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ വരെ അവർക്ക് ഏറ്റവും നല്ലത് വേണം. മനുഷ്യൻ്റെ പൊതുവായ ഒരു അവസ്ഥയാണത്. വീടാണെങ്കിലും വാഹനമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതു വസ്തുക്കളും ഏറ്റവും നല്ലത് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവയെല്ലാം നമുക്ക് നൽകിയ റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഏറ്റവും നല്ലത് മാത്രമാണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതിരിക്കുകയും അതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഇവിടെ സംവിധാനിച്ചത് മുഴുവനും ഏറ്റവും നല്ലതാണ്. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടാവ്, ഏറ്റവും നന്നായിട്ടാണ് റബ്ബ് ഓരോന്നിനെയും സൃഷ്ടിച്ചത്. മനുഷ്യനെന്ന നമ്മുടെ സൃഷ്ടിപ്പ് ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ്. നമുക്ക് ജീവിക്കാൻ അള്ളാഹു ഒരുക്കിത്തന്ന ഈ പ്രപഞ്ചം, നമ്മുടെ ശരീരം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിൽ അള്ളാഹു സംവിധാനിച്ചു നമ്മളെ. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം, അല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ട് പറയാം, നിങ്ങളൊന്ന് നോക്കി, ഒരു ഏറ്റക്കുറച്ചിലും എവിടെയും കാണാൻ കഴിയില്ല. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുത്തൂർ. ഒന്നുകൂടി രണ്ടാമതും മടക്കി ഒന്നുകൂടി ആവർത്തിച്ച് നോക്ക്, എവിടെയും ഒരു വിടവും നിനക്ക് കാണാൻ കഴിയില്ല. ഫുമർജിഇൽ ബസറ കറത്തൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയം വ ഖസീർ. വീണ്ടും ആവർത്തിച്ച് നോക്ക്, നിൻ്റെ കാഴ്ച നിനക്ക് നിരാശയായിരിക്കും നൽകുക. എവിടെയും റബ്ബിൻ്റെ ഒരു സംവിധാനത്തിലും ഒരു പോരായ്മയും ഒരു കുറവും നമുക്ക് കാണാൻ കഴിയില്ല. റബ്ബ് ഏറ്റവും നല്ല രൂപത്തിലാണ് റബ്ബ് എല്ലാം സംവിധാനിച്ചത്. എങ്കിൽ എന്തിനാണ് റബ്ബ് ഈ ഏറ്റവും നല്ല രൂപത്തിൽ സംവിധാനിച്ചത്? ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഏറ്റവും നല്ല പ്രവർത്തനം അതാര് ചെയ്യുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ സംവിധാനങ്ങളൊക്കെയും വളരെ മനോഹരമാക്കി മാറ്റിയത്, വളരെ സുന്ദരമാക്കി അല്ലാഹു മാറ്റിയത്. നമ്മളെങ്ങനെ ജീവിക്കണം? നമ്മൾ ജീവിക്കേണ്ട ജീവിതം ഏറ്റവും നല്ല ഒരു മാർഗദർശനത്തെ പിൻപറ്റിയായിരിക്കണം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അല്ലാഹു ഇറക്കിത്തന്നത് ഏറ്റവും നല്ല വർത്തമാനമാണ്. കിതാബൻ, അതൊരു ഗ്രന്ഥമാണ്. മുത്തശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ള. മസാനിയ, ആവർത്തിച്ച് പറയുന്ന. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൻ്റെ ഏറ്റവും നല്ല ഗ്രന്ഥമായ ഖുർആനിനെക്കുറിച്ച് അല്ലാഹു അതിൻ്റെ മെച്ചങ്ങളും ഗുണങ്ങളും അതനുസരിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായി നമ്മൾ മാറും.
മനുഷ്യനല്ല, നല്ല മനുഷ്യനുമല്ല, ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറും. നമ്മളിവിടെ ജീവിച്ച് നമുക്കെല്ലാവർക്കും ഒരേ ഹൈറ്റല്ല, ഒരേ വെയിറ്റല്ല, ഒരേ IQ പവറല്ല, ഒരേ ഓർമ്മശക്തിയല്ല. നമ്മളെ സമ്പത്തിലും മക്കളിലും ഒക്കെ വൈവിധ്യമുണ്ട്. പക്ഷേ നമ്മളൊരു മനുഷ്യനാണ്. നമ്മൾ ജീവിച്ച് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ, മനുഷ്യരെന്ന അവസ്ഥയിൽ നമ്മൾ ജീവിച്ച് മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ മയ്യത്ത് ഏറ്റവും നല്ല മനുഷ്യൻ്റെ മയ്യത്തായിരിക്കണം. ഒരു മനുഷ്യൻ്റെ മയ്യത്തല്ല, നല്ല മനുഷ്യൻ്റെതുമല്ല, ഏറ്റവും നല്ല മനുഷ്യൻ്റെ ഒരു മയ്യത്തായി നമ്മളെ മയ്യത്ത് മാറണം. ജീവിതം അവസാനിപ്പിച്ച് കിടക്കുമ്പോൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്, നമ്മുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും ചുമലിലേറ്റുന്ന നമ്മളെ മയ്യത്ത് ഏറ്റവും നല്ല മനുഷ്യൻ്റെ മയ്യത്തായിരിക്കണം. അള്ളാഹു അതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയതൊക്കെ നല്ലതാക്കിയത് അതിനു വേണ്ടിയാണ്. ഈ പരീക്ഷണം അള്ളാഹു നമ്മളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അള്ളാഹു തല നല്ല വർത്തമാനം, നല്ല ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കി തന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വത്തബഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റണം. വത്തബഉ അഹ്സൻ, ഏറ്റവും നല്ലതിനെ പിൻപറ്റണം. അതിന് കാത്തിരിക്കണ്ട, അടുത്ത ആഴ്ച പോകാം, പിറ്റത്തെ ആഴ്ച പോകാമെന്ന് വിചാരിക്കണ്ട. മിൻ ഖബില അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ ഓർക്കാതിരിക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും, പെട്ടെന്നായിരിക്കും ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെടുക. ഒരു മനുഷ്യൻ്റെ രക്ഷയും ശിക്ഷയൊക്കെ മരണത്തോടു കൂടി തുടങ്ങുക. അല്ലാഹു പറയും, ലാ തശ്ഉറൂൻ, നിങ്ങൾ ഒരിക്കലും ഓർക്കാത്ത ഒരു ദിവസമായിരിക്കും നിങ്ങളെ മരണം. നിങ്ങൾ ചിന്തിക്കാത്തൊരു സമയത്തായിരിക്കും നിങ്ങളെ മരണം. വഅൻതും ലാ തശ്ഉറൂൻ ബഗ്തതൻ, അത് പെട്ടെന്നായിരിക്കും വരിക, ഒരുങ്ങാൻ കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ട് അള്ളാഹ് ഇറക്കിത്തന്ന ഏറ്റവും നല്ല വർത്തമാനത്തെ നിങ്ങൾ പിൻപറ്റണം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഉദാത്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറ, ദിക്റുള്ള, അള്ളാഹിനെക്കുറിച്ച് ഓർക്കുക. ദിക്ർ ഏറ്റവും നല്ല പ്രവർത്തനമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കുന്നതാണത്. വയഖാമുസ്സലാ വഇതാഉ സക്കാ, ഇതൊക്കെയും ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നതാണ്. എന്നിട്ട് അതതിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാം, റിജാലുൻ, ചില ആൾക്കാരുണ്ട്, ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ഈ വിഷയം അള്ളാഹ് ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ് ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ. ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരിക്കലും അവരെ കച്ചവടം തടസ്സാക്കൂല. പടച്ചവനെ മറന്ന് കച്ചവടം ചെയ്യൂല, പടച്ചവനെ മറന്ന് ഇടപാടുണ്ടാവില്ല, ഹറാമായി ഒന്നും അവർ സമ്പാദിക്കൂല. തൽക്കാലത്തെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹറാമ് മനുഷ്യൻ സമ്പാദിക്കണത്. കൈക്കൂലി വാങ്ങണതും ആളെ പറ്റിക്കണതൊക്കെ എന്തിനാ? ജീവിതം മെച്ചപ്പെടാനാ, അല്ലേ? ജീവിതം മെച്ചപ്പെടാനാണ്. ഈ കിട്ടുന്ന വരുമാനം പോരാ, ഉദ്യോഗസ്ഥൻ ചിന്തിക്കുകയാണ്, അപ്പോൾ ജീവിതം ഒന്ന് മെച്ചപ്പെടണമെങ്കിൽ, നല്ല ജീവിതമാകണമെങ്കിൽ എന്ത് വേണം? കൈക്കൂലി വാങ്ങണം, ആളെ പറ്റിക്കണം, അനർഹമായത് സമ്പാദിക്കണം. അള്ളാഹ് പറയാ, ഒരിക്കലും അതൊരു നല്ല മനുഷ്യനാകൂല, അവന് നല്ല മനുഷ്യനാക്കാൻ കഴിയില്ല. ആ ശരീരം നല്ലതല്ല. നല്ല ശരീരത്തിലെ നല്ല ആത്മാവ് ഉണ്ടാവുള്ളൂ. മലക്കുകൾ കൊണ്ടുപോകുന്ന ആത്മാവ് ഏറ്റവും നല്ല ആത്മാവാകണം. മരിക്കണ സമയത്ത് നല്ല ശരീരത്തിലെ നല്ല ആത്മാവ് ഉണ്ടാവുള്ളൂ. വയഖാമിസ്സലാ വഈതാഇസ് വലാ ബൈഉൻ അൻ ദിക്രില്ലാ വയഖാമിസ്സലാ വഈതാഇസ് സക്കാ. ഇവിടെ അള്ളാഹ് പറയാ, യഖാഫൂന, അവർക്ക് പേടിയാണ്. ആരെ? വിജിലൻസിനെ പേടിക്കല്ല. ഒരു ഉദ്യോഗസ്ഥ, ഒരു പെണ്ണ് ജോലിക്ക് കയറി ഒപ്പിട്ട അന്ന് തന്നെ കൈക്കൂലി വാങ്ങി പിടിച്ചത് നമ്മൾ കണ്ടു. ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ എത്രമാത്രം കഷ്ടപ്പെടണം, എത്ര ഉറക്കൊഴിച്ച് പഠിക്കണം. ഒരു PSC റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ട് ഒരു ജോലി കിട്ടണമെങ്കിൽ, ഗവൺമെൻറ് ജോലി PSC ഒക്കെ കിട്ടിയ ആൾക്കാർ ചോദിച്ചാൽ അറിയാം എത്ര ഉറക്കൊഴിച്ച് എത്ര കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന്. അങ്ങനെ കിട്ടി ജോലി ഒപ്പിട്ട് അന്ന് തന്നെ കൈക്കൂലി വാങ്ങിയിട്ട് പിടിക്കുകയാണ്. ഏറ്റവും നല്ല മനുഷ്യനാകാൻ യഖാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. വിജിലൻസ് പിടിച്ചപ്പോൾ പേടിച്ച് കണ്ണു മറഞ്ഞ് ആകെ പ്രയാസപ്പെടുന്ന അവസ്ഥയല്ല, ഇവർ പേടിക്കും. യഖാഫൂന യൗമൻ, ഒരു ദിവസത്തെ. ആരറിയാതെ വാങ്ങിയാലും, അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറഞ്ഞാലും, ഇവിടെ വെക്കാൻ പറഞ്ഞാലും, വീട്ടിലെത്തിക്കാൻ പറഞ്ഞാലും, ആരും കാണാതെ കൈക്കൂലി വാങ്ങി റിട്ടയർഡായ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്?
അവർ എവിടേക്കെത്തി? 5ഉം 10ഉം ഇരട്ടി സമ്പാദിച്ച ആൾക്കാരില്ലേ? യഖാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ ഖുലൂബുൽ അബ്സാർ. അവരുടെ ഹൃദയങ്ങളും കണ്ണുകളും പേടിക്കും, ഭയപ്പെടും, മറിയുന്നൊരു ദിവസം പരലോകത്ത് വരും. ഇത് എന്നിട്ട് അള്ളാഹു പറയാണ്, ലിയജിസിയഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും, അഹ്സനമാ അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന്. കണ്ടോ, ഒരു സമ്പാദ്യത്തിൽ ഒരു ഹറാമ് വന്നിട്ടില്ല, നല്ലത് മാത്രം, അർഹമായത് മാത്രം സമ്പാദിച്ചു. അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കും. വയസീദഹും മിൻ ഫളലി, അള്ളാഹു അവൻ്റെ ഫളലിൽ നിന്ന് അത് ധാരാളമായി കൊടുക്കുകയും ചെയ്യും, ഇരട്ടിയായിട്ട് കൊടുക്കും. അള്ളാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അള്ളാഹു തആല കണക്കില്ലാതെ പ്രതിഫലം അന്നം കൊടുക്കുന്നവനാണ്, കണക്ക് നോക്കാതെ അള്ളാഹു തരും ഹറാമിലത് വിട്ടു നിൽക്കുന്നവർക്ക്. സഹോദരങ്ങളെ, ഏറ്റവും നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്ന് ഏറ്റവും നല്ലതാണ് അള്ളാഹ് പ്രതീക്ഷിക്കുന്നത്, നമ്മളെ വാക്കും പ്രവൃത്തിയും. അസ്സലാത്തു അഹ്സനു യമ്മാ യഅമലുന്നാസ്, ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ് കൃത്യമായ നമസ്കാരം എന്നത്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഞാൻ ഓതി വെച്ച ആയത്ത് സഹോദരങ്ങളെ, അള്ളാഹ് പറയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. മാതാപിതാക്കളെ സ്നേഹിക്കുകയും കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്യുകയും ചെയ്ത മനുഷ്യന്മാർ, അവർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഏറ്റവും നല്ല പ്രവർത്തനം. എന്നിട്ട് അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അള്ളാഹു സൂറത്ത് അഹ്ഖാഫിലെ 16-ാമത്തെ ആയത്തിൽ പറയാം, അവർ പ്രാർത്ഥിക്കും, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അമല സാലിഹൻ തർളാ വഅസ്ലിഹി ലി ഫി ദുരിയത്തി എന്നൊക്കെ പ്രാർത്ഥിക്കും. മക്കളെ നന്നാക്കിക്കൊണ്ട് പടച്ചോനെ, എൻ്റെ വാപ്പാക്ക് നീ കൊടുത്ത നിഅമത്തിന് നന്ദി കാണിക്കാനുള്ള പ്രചോദനം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകുക പടച്ചോനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെ, ഉലായിക, ഞാൻ ഓതി വെച്ച ആയത്ത്, അക്കൂട്ടർ, അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രവർത്തനം, ആ നിലക്ക് അല്ലാഹു അത് കബൂൽ ചെയ്യും. വനതജാവസു അൻ സയ്യിആതിഹിം, അവർക്ക് വന്നുപോയ തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നാം മായ്ച്ചു കൊടുക്കും. ഫി അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗ്ഗക്കാരാണ്. വഅദ സിദ്ഖി ലദീ കാനൂ യുഅദൂൻ, അവർക്ക് നൽകപ്പെടുന്ന സത്യത്തിൻ്റെ വാഗ്ദാനമാണ് അത്. ഒരു നല്ല മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ വാപ്പാനും ഉമ്മാനും നോക്കാത്തവൻ ഇനി നാട്ടിൽ പോകാൻ ആരായിട്ടും കാര്യമില്ല, നാട്ടിൽ എത്ര വലിയവനായിട്ടും കാര്യമില്ല, അവൻ എന്തുണ്ടായിട്ടും കാര്യമില്ല. വാപ്പാനും ഉമ്മാനും നോക്കാത്തവന് നല്ലവനല്ല. ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് ഞാൻ സാധാരണ പറയുന്നത് പോലെ ഇന്ന് വളർന്നു വരുന്ന തലമുറ വാപ്പാനെ വേണ്ടാത്തവര, ഉമ്മാനെ വേണ്ടാത്തവര, വാപ്പാനെ കണ്ടുകൂടാത്തവർ, ഉമ്മാനെ കണ്ടുകൂടാത്തവർ. ഇന്ന് ഉമ്മയുടെ ശരീരം ക്ഷയിച്ചതും ശോഷിച്ചതും നരമ്പ് ഒക്കെ പൊന്തിയതും തൊലി ചുളുങ്ങിയതും മുടി നരച്ചതും ലാവണ്യം നഷ്ടപ്പെട്ടതുമൊക്കെ ഈ മക്കളെ വളർത്തിയിട്ടാണ്. ഇന്ന് ഉമ്മാനെ വേണ്ടാത്ത മക്കളാണ്. മുല കൊടുക്കുന്ന സമയത്ത് മുലപ്പാൽ കുടിക്കുമ്പോൾ മുലപ്പാലിന് മധുരം പോരാ എന്ന് പറയാനുള്ള ശക്തി ആ നാവിനുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മുല കുടിക്കുന്ന പ്രായത്തിൽ ഉമ്മാൻ്റെ മുലപ്പാൽ തട്ടിമാറ്റി പോകുമായിരുന്നു ഈ മക്കൾ. മുല കുടിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ മുലപ്പാലിൽ മധുരമില്ല എന്ന് പറയാനുള്ള കെൽപ്പ് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അത് തട്ടിമാറ്റി പോകാത്തത്, അല്ലെങ്കിൽ അതും ചെയ്യുമായിരുന്നു. അങ്ങനെ തലമുറയാണ് വളർന്നു വരുന്നത്. അപ്പം മക്കൾ നല്ല മക്കളാകുക, മക്കൾ ഏറ്റവും നല്ല മക്കളാകുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ അതാകണമെങ്കിൽ അള്ളാഹു പറയാണ്, ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുക, നല്ല വാക്കും നല്ല പ്രവർത്തനവും. വകുല്ലി ഇബാദി, എൻ്റെ അടിമകളോട് പറയുക, യഖൂലുല്ലതി ഹിയ അഹ്സൻ, നാവിന്ന് വരുന്ന വാക്ക് ഏറ്റവും നല്ല വാക്ക് പറയണം എന്ന് പറയണം. നല്ല വാക്ക് നല്ല മനുഷ്യനെ സൃഷ്ടിക്കും. നാവ് ചീത്തയായാൽ മനുഷ്യൻ ചീത്തയാകും. പെരുമാറ്റം, അത്തആമുലു മഅൽ ആഖരീന ബിഅഹ്സനിൽ അഖ്ലാഖ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹ്സനുൻ നാസി ഖുലുഖ, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. നമ്മളെ പെരുമാറ്റം നല്ല പെരുമാറ്റമാകണം. ഖിയാറുക്കും അഹാസിനുക്കും അഖ്ലാഖ, ആരോടാണ് നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഒരു ഏറ്റവും നല്ല മനുഷ്യനാകേണ്ടത് മാതാപിതാക്കളെ മുന്നിൽ, പിന്നെ ഭാര്യയുടെ മുന്നിൽ, പിന്നെ മക്കളെ മുന്നിൽ, പിന്നെയാണ് നാട്ടുകാരെ മുന്നിൽ. പഞ്ചായത്ത് മെമ്പറാകാൻ സുഖമാണ്,
ഇനി മത്സരം വരാൻ പോവുകയാണ്, മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരം വരാൻ പോവുകയാണ്. ഒരു നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് നിർത്തും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ആളെ നോക്കിയിട്ട് പാർട്ടിക്കാർ നിർത്തും. ഏത് യോഗ്യതകൾ നോക്കിയാലും സ്വന്തം ഭാര്യയോടൊന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത നാട്ടുകാരോട് നടന്ന് മുഴുവൻ വാർഡിലും നടന്ന് പെരക്കാരോടൊക്കെ അങ്ങനെ മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. വീട്ടിൽ ഭാര്യനോട് മോശമാണ് പെരുമാറ്റമെങ്കിൽ ആ വ്യക്തി ഏറ്റവും മോശപ്പെട്ടവനാണ്. സ്വന്തം കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ആ നല്ലവനാകാൻ കഴിയണം. അഹാസിനുക്കും അഖ്ലാഖൻ ഇന്ന ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി. ഏറ്റവും നല്ലവൻ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. ഇപ്പം നല്ല മനുഷ്യരാകാൻ കുറേ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഏറ്റവും നല്ല വർത്തമാനമായ ഖുർആൻ പഠിക്കണം. ആ ഖുർആൻ പഠിക്കുന്നവനാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ. റസൂൽ പറയാൻ കാരണം അതാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഖൈറുക്കും ആരാണെന്നറിയോ? ഖുർആൻ പഠിക്കുന്നവനാണ്. കാരണം എന്താ? ഖുർആനാണ് ഏറ്റവും നല്ല വർത്തമാനം. അല്ലാഹു നസ്ല ഹസനൽ ഹദീസ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബിൻ്റെ മുന്നിൽ ഒരിക്കലും മോശക്കാരനാകരുത്. പടപ്പുകളെ മുന്നിൽ ചിലപ്പോൾ നമ്മളെപ്പറ്റി പല അഭിപ്രായം ഉണ്ടാവും. ഓന് വഹാബിയാണ്, പുത്തൻവാദിയാണ്, മറ്റുള്ള ഇസ്ലാമിക ഏറ്റവും മോശപ്പെട്ട, ഇസ്ലാമിനോട് ഏറ്റവും കടുത്ത ശത്രുക്കളെക്കാൾ മോശപ്പെട്ടവനാണ്, സലാം പറയാൻ പോലും പാടില്ലാത്തവനാണ്, കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ലാത്തവന്, ബഹിഷ്കരിക്കേണ്ടവനാണ്. പടപ്പുകളെ മുന്നിൽ പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ പടച്ചോൻ്റെ മുന്നിൽ ഏറ്റവും നല്ല അഭിപ്രായമായിരിക്കണം നമ്മളെപ്പറ്റി. പടപ്പുകളെ വിട്ടാളേ. പടപ്പുകളുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാത്ത കാരണവന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഷിർക്ക് എന്താണ് ബിദ്അത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടും ഖബർസ്ഥാനുള്ള ഏറ്റവും വലിയ മഹലിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം ഞാനിഞ്ഞിപ്പോൾ ഇതൊക്കെ ഷിർക്കാന്ന് പറഞ്ഞാൽ ഈ 1000, 1000 മഹല്ലുകളിലെ ആൾക്കാരെ മുന്നിൽ ഞാൻ മോശക്കാരനാകും. അള്ളാഹിൻ്റെ മുന്നിൽ മോശക്കാരനായിട്ട് നാട്ടുകാരെ മുന്നിൽ എത്ര നന്നായിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും നല്ലവനായിട്ട് ജീവിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അള്ളാഹുവേ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി എന്നെ മാറ്റി പടച്ചോനെ. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ല അൻത. നിനക്കല്ലാതെ എന്നെ നന്നാക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല മനുഷ്യനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 10-500 ആൾക്കാർ എൻ്റെ മയ്യത്ത് വെച്ച് മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരു നല്ല മയ്യത്താവണം ഞാൻ. എൻ്റെ മയ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചോനെ നീ മാറ്റിക്കൊണ്ട പടച്ചോനെ. വസ്രിഫ് അന്നി സയ്യിഅഹ. എന്നിലുള്ള ചീത്തതൊക്കെ മാറ്റിക്കൊണ്ട പടച്ചോനെ. ലാ യസ്രിഫ് അന്നി സയ്യ ഇല്ല അൻത. നിനക്കല്ലാതെ മാറ്റാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു മോശം എന്നിലുണ്ടെങ്കിൽ, ഒരു സ്വഭാവം, ഒരു ചീത്ത സ്വഭാവം എന്നിലുണ്ടെങ്കിൽ, എൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ, എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടെങ്കിൽ മാറ്റിക്കൊണ്ട് പടച്ചോനെ. ഇനി എത്ര ആയുസ്സെന്ന് എനിക്കറിയില്ല. ജീവിക്കുന്ന കാലം അത്രയും നല്ലവനായിട്ട് ജീവിക്കണം പടച്ചോനെ. നിനക്കല്ലാതെ കഴിയില്ല. ഇമാം മുസ്ലിമിൻ്റെ 771 നമ്പർ ഹദീസാണ് സഹോദരങ്ങളെ. എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഇനി നമ്മൾ കൊടുക്കുന്നതും വാങ്ങുന്നതും കിട്ടുന്നതൊക്കെ നല്ലതായിരിക്കണം. സലാം പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിന തതഹബ്. നിങ്ങൾ മുഅ്മിനാകാതെ സ്വർഗ്ഗത്ത് കിടക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതെ നിങ്ങൾ മുഅ്മിനാവൂല. മുഅ്മിനാകാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, പരസ്പരം നിങ്ങൾ സലാം പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സലാമിനെക്കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ഫൈദാ ഹുയ്യിതും ബി തഹിയ്യത്തിൻ ഫഹയ്യു ബി അഹ്സനി മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോടൊരാൾ സലാം പറഞ്ഞാൽ ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും നല്ലത് തിരിച്ചു പറയണം. ഫഹയ്യു ബി അഹ്സനി മിൻഹാ, ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് തിരിച്ചു പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തിരിച്ചു പറയും. നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ലതായിരിക്കും. ഒരു സലാം വരെ അങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഒരാൾ നമ്മളെ സഹായിച്ചാൽ ആ സഹായിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ തന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് റസൂല പഠിപ്പിച്ചു. അത് പലിശയൊന്നും ആവൂല. ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന് പറഞ്ഞു. റസൂല പ്രോത്സാഹിപ്പിച്ചു. കിട്ടുന്നതും ലഭിക്കുന്നതുമെല്ലാം ഏറ്റവും നല്ലതാകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കണം. അതിനേറ്റവും നല്ലത് റബ്ബിന് കൊടുക്കുന്നതായിരിക്കണം. അതൊരിക്കലും മോശമാകരുത്. ഇന്ന് നമ്മൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം എന്താ?
നമ്മൾ ഒരു ഓഡിറ്ററാണ്, കണക്ക് റെഡിയാക്കി, ഏറ്റവും നന്നായി കണക്ക് റെഡിയാക്കി. ഒരു വിദ്യാർത്ഥിയാണ്, ഏറ്റവും നന്നായി പരീക്ഷ ചെയ്ത് 100-ൽ 100. ഇന്ന് നമ്മളുടെ വീട് നന്നായി നമ്മൾ പരിചരിച്ചു, ഒക്കെ നല്ലത്. പക്ഷെ ഏറ്റവും നല്ലത് എന്തായിരിക്കണം എന്നറിയോ? റബ്ബിന് കൊടുത്തത് എന്തായിരുന്നു? നിസ്കാരം. ഇന്ന് ഞാൻ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം അതിൻ്റെ സുബഹി നിസ്കാരമായിരുന്നു. കാരണം ആ നിസ്കാരം ആർക്കുള്ളതാ? റബ്ബിന് കൊടുത്തതാ. ഏറ്റവും നല്ലതായിരിക്കണം റബ്ബിന് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ലില്ലദീന അഹ്സനു വസിയാദത്തുൻ, അള്ളാഹ് പറയാണ് നിങ്ങൾക്ക് ഇരട്ടിത്തരും, അള്ളാഹിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഓഫറുകൾ കാണാം. അതിൽ അള്ളാഹ് പറഞ്ഞു ലില്ലദീന അഹ്സനു ഫി ആദിഹി ദുനിയ ഹസന, ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കോ എങ്കിൽ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കിട്ടും. എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? റസൂലുള്ള ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? ഏറ്റവും കൂടുതൽ ആവർത്തിച്ച പ്രാർത്ഥന ഏതാ? ജീവിതത്തിൽ റസൂൽ കുറേ ദുആ ചെയ്തു. ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് ഏതാ? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചോനെ, ദുനിയാവിൻ്റെ ഏറ്റവും നല്ലത് തരണം പടച്ചോനെ, ഏറ്റവും നല്ലത് കൊണ്ട ദുനിയാവ്. എന്തൊക്കെയാണ്? നല്ല മക്കളല്ല, ഏറ്റവും നല്ല മക്കൾ, ഏറ്റവും നല്ല ജീവിതം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരി വ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. ഏറ്റവും നല്ല ജീവിതം. വല നജിസിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ച അമലുകൾ ഏറ്റവും നല്ലതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കും. അല്ലദീന യസ്തമിഊനൽ ഖൗല, ഏറ്റവും നല്ല വാക്ക് ഖുർആനാ, അത് ശ്രദ്ധിച്ച് കേൾക്കും. വയത്തബിഊന അഹ്സന, എന്നിട്ട് ഏറ്റവും നല്ല ആ ഖുർആനിനെ അവർ പിൻപറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അതാണ് ഹിദായത്ത്. അവർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നത്. അള്ളാഹു തിന്മകളൊക്കെ മായിച്ചു തന്ന് ഏറ്റവും നല്ല പ്രവർത്തനമായി അള്ളാഹു തആല കബൂൽ ചെയ്യുന്നത് ഞാൻ ഒതിവെച്ച് സൂറത്ത് അഹ്ഖാഫിലെ 16-ാമത്തെ ആയത്ത്. ജീവിതത്തിൽ നന്മകളൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ നന്മകൾ ലഭിക്കണമോ അവർക്കൊക്കെ നന്മ കൊടുക്കാൻ കഴിയണം. നമ്മളെ വാപ്പ, നമ്മളെ ഉമ്മ നമ്മളെപ്പറ്റി ഏറ്റവും നല്ല മകൻ, എൻ്റെ മക്കളിൽ ഏറ്റവും നല്ല മകൻ ഇന്ന ആളാണ് എന്ന് നമ്മളെപ്പറ്റി പറഞ്ഞോ എങ്കിൽ നമ്മളാണ് ഏറ്റവും നല്ലവൻ. നമ്മളെ നാട്ടുകാർ, നമ്മളെ സുഹൃത്തുക്കൾ, ആദർശ ബന്ധുക്കൾ, നമ്മളെ ഭാര്യ, നമ്മളെ മക്കൾ, എൻ്റെ വാപ്പ എൻ്റെ റോൾ മോഡൽ എൻ്റെ വാപ്പയാണെന്നൊരു ഒരു മകൻ പറഞ്ഞാൽ, എൻ്റെ ഉമ്മയാണെന്ന് ഒരു മകനോ മകളോ പറഞ്ഞാൽ, അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും വാപ്പാനും ഉമ്മാനും വിട്ടു പോകൂല. 8 വർഷമായി എനിക്ക് ബന്ധമുണ്ട് ചെറുപ്പക്കാരനുമായിട്ട് എന്ന് പറയുന്ന മകള് 18 വർഷത്തിലധികമായി എനിക്ക് ബന്ധമുണ്ട് എൻ്റെ വാപ്പയും ഉമ്മയുമായിട്ട് എന്ന് പറയുന്ന മകളായിട്ട് മാറും. അതിന് സഹോദരങ്ങളെ, അള്ളാഹു സംവിധാനം ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ പ്രപഞ്ചത്തിൽ അള്ളാഹു തന്ന ഏറ്റവും നല്ല വർത്തമാനമുണ്ട്. ആ വർത്തമാനം കേൾക്കുന്നവരും പഠിക്കുന്നവരുമാകണം നമ്മൾ എങ്കിൽ ഏറ്റവും നല്ലവരായി ജീവിച്ചു മരിക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വസല്ലമ തസ്ലീമൻ കസീറ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ലതിനെ ചീത്തയാക്കുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും നല്ല വാക്ക് കലിമത്തുൻ ത്വയ്യിബ. അഫ്ളലു മാ ഖുൽതു അന വനബിയ്യൂന. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും നല്ല വർത്തമാനം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ഇതിൽ ശിർക്ക് കലർത്തുന്നവരാണ് കലിമത്തുൻ ഖബീസ. കലിമത്തുൻ ത്വയ്യിബയെ, ഏറ്റവും നല്ല വാക്കിനെ ഏറ്റവും മോശപ്പെട്ട വാക്കാക്കി മാറ്റുന്നവർ. ഏറ്റവും നല്ല മാർഗം അതേതാ? റസൂലുള്ളാഹി ഖുതുബയിൽ തൻ്റെ പ്രസംഗത്തിൽ മുഴുവനും ആവർത്തിച്ചു, ഏറ്റവും നല്ല വർത്തമാനം എൻ്റെ വർത്തമാനം റസൂലുള്ളാഹിൻ്റെ സുന്നത്താ. അതിലേറ്റവും വഴികെട്ട വർത്തമാനം റസൂലുള്ളാഹി കൊണ്ടുവന്ന മതത്തിൽ ചേർക്കലാണ്, ബിദ്അത്താണ്. ഇത് രണ്ടും നമ്മൾ കാണുക. നല്ലത് തിന്നണമെന്ന് പറഞ്ഞു. മത ഉഹില്ലലക്കും ചോദിച്ചു എന്താണ് ഹലാല്? ഉഹില്ലലക്കും അത്വയ്യിബാത്ത്, ഏറ്റവും നല്ലതാണ് ഹലാലായത്. നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള പറഞ്ഞു. എന്നിട്ട് കുറേ നല്ല ഭക്ഷണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. നല്ലതൊക്കെ ചീത്തയായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാം കൊണ്ടുപോയി വീട്ടിലൊരു മോർച്ചറി ഉണ്ട്.
വീട്ടിലെ മോർച്ചറിയിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല, ഒക്കെ അരിക്ക് കയറ്റേണ്ട വെക്കലാണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ലതിനെ ഏറ്റവും മോശമാക്കിയിട്ട് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഭക്ഷണ സംസ്കാരം വരെ മാറി. ഇനി നിങ്ങൾ നോക്കി, ഖുർആനിൽ അല്ലാഹു തആല കുറേ നല്ല ഭക്ഷണം പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് തേന്. തേനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഫീ ശിഫാഉ ലിന്നാസ്. അത് വെറും കുടിക്കാനുള്ളത് മാത്രമല്ല, അത് തിന്നാനുള്ളൊരു ആഹാരം കൂടിയാണ് തേന്. എന്നിട്ട് പറഞ്ഞു അതിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു തേൻ കുടിക്കാൻ പറഞ്ഞു. തേൻ കുടിച്ചിട്ടും മാറുന്നില്ല. വീണ്ടും പറഞ്ഞു തേൻ കുടിക്കാൻ. വീണ്ടും വന്നിട്ട് പറഞ്ഞു തേൻ കുടിച്ചു, വീണ്ടും മാറുന്നില്ല. വീണ്ടും വന്ന് പറഞ്ഞപ്പം റസൂൽ പറഞ്ഞു സദഖല്ലാ, അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. വകദബ ബത്ന അഖീക, എൻ്റെ സഹോദരൻ്റെ വയറിന് അത് കളവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റെന്തോ തകരാറ് ഉള്ളത് കൊണ്ടാണത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും തേന് കുടിച്ചു, അങ്ങനെ എനിക്ക് ആ രോഗം ഷിഫയായി. ഇമാം ബുഖാരി മുസ്ലിം ചേർത്തിരിക്കുന്ന ഹദീസാണ്. അപ്പോൾ റസൂലുള്ള തേൻ കുടിക്കാനേ പറഞ്ഞുള്ളൂ. തേനിൽ റസൂൽ മന്ത്രിച്ചു കൊടുത്തോ? ഇപ്പോൾ നമ്മളെ നാട്ടിൽ പല തങ്ങന്മാരുമുണ്ട്. അത് ചിലപ്പോൾ 100 200 പല ഹബീബുമാരുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മഹത്വം 100 200 നിൽക്കൂല. ഹബീബായ അള്ളാഹിൻ്റെ റസൂൽ, ആ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ തങ്ങളതാ. ആ തങ്ങൾ തേനിൽ മന്ത്രിച്ചിട്ട് ഇതാണ് കുടിച്ചാളെന്ന് പറഞ്ഞിട്ടില്ല, കച്ചവടം ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ 100 200 പറയണ ഈ സയ്യിദന്മാർ കച്ചവടം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മതസ്ഥരെ കൂടി വരുമാനം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ പേരിൽ അത് കുടിച്ചാളെന്ന് പറഞ്ഞത്. അത് കച്ചവടം വ്യാപിപ്പിക്കാനാണ്, തേൻ കുടിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തേനിൽ ഊതിയിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടില്ല. റസൂൽ തേൻ കുടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യുകയാണെങ്കിൽ ആര് ചെയ്യണം? അള്ളാഹിൻ്റെ റസൂൽ ചെയ്യണം. റസൂലിനേക്കാൾ വലിയ ഹബീബ് ലോകത്ത് വേറല്ല. ഇതാണ് ഏറ്റവും നല്ലതിനെ മോശമാക്കുന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നു. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും അഫ്ളലുൽ കലിമ അത് ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം. ത്വയ്യിബായത് അല്ലാഹ് തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു ഏറ്റക്കുറച്ചിലുമില്ലാത്ത സുന്ദരമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലമത്രയും നമ്മളെ ഏറ്റവും നല്ല അമലുകൾ പരീക്ഷിക്കും അല്ലാഹു തആല. അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ 1.5 വയസ്സുള്ള ഒരു കുട്ടി മാരകമായൊരു രോഗത്തിന് വിധേയനാവുകയും ആ കുട്ടിയുടെ ലിവർ മാറ്റിവെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 25 ലക്ഷം രൂപയോളം അതിനാവശ്യമാണ്. ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന് പ്രായമായ വാപ്പാനെയും ഉമ്മാനെയും ആ ചെറുപ്പക്കാരൻ നോക്കണം, ഈ കുട്ടികളെയും നോക്കണം. ഒരു പട്ടായ ഭൂമിയിൽ ചെറിയൊരു സൗകര്യത്തിലൊരു കോളനിയിലാണ് ആ ചെറുപ്പക്കാരൻ താമസിക്കുന്നത്. അവൻ്റെ കരളാണ് ഇനി മാറ്റിവെക്കാൻ പോണത്, കുട്ടിക്ക് മാറ്റിവെക്കാൻ പോണത്. സഹോദരങ്ങളെ, എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും മോചനം പ്രദാനം ചെയ്യട്ടെ. ആ സഹോദരനെ നമ്മൾ സഹായിക്കണം, മനസ്സറിഞ്ഞ് സഹായിക്കണം. മനസ്സറിഞ്ഞ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ മാത്രം ഇന്ന് ചെയ്യുക. അല്ലാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു കലക്ഷൻ നമ്മൾ അടുത്ത ആഴ്ചയിലാണ് ഉദ്ദേശിക്കുന്നത്. അന്നേക്ക് നമ്മളൊന്ന് ഒരുങ്ങി വരിക ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇന്ന് 4 മണിക്ക് നമ്മുടെ മഹല്ല് മദ്രസയിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്ന ലഹരിക്ക് എതിരിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നൊരു 4 മണിക്ക് നമ്മുടെ മഹല്ല് മദ്രസയിൽ നമ്മൾ പങ്കെടുക്കണം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് പരാതി പറയുന്നവർ മാത്രം ആവരുത്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെക്കുറിച്ച് ഓരോ വീട്ടിലും ഇതിൻ്റെ മാരകമായ വിപത്തുകൾ അനുഭവിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാം. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് ഭാര്യമാർ, ഒരുപാട് വൃദ്ധരായ മാതാപിതാക്കളുടെ കണ്ണീരിൻ്റെ കാരണം ഈ വിപത്താണെങ്കിൽ ആ വിപത്തിന് എതിരിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയിൽ നമ്മൾ ഉണ്ടാകണം, മാറി നിൽക്കരുത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. ഇന്ന് 4 മണിക്കുള്ള ആ യോഗത്തിൽ പരമാവധി ആളുകൾ പങ്കെടുക്കുക. തിന്മക്കെതിരിൽ നമുക്ക് പ്രവർത്തനം നിർബന്ധമാണ്. നമ്മുടെ സാന്നിധ്യം നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. അല്ലാഹു തആല എല്ലാ നന്മകളിലും സഹകരിക്കാനുള്ള മനസ്സ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ നാട്ടിൽ നന്മയും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اعتق رقابنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم انصر اخواننا في فلسطين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.